ഈ തെരഞ്ഞെടുപ്പ് LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. രാജ്യത്താകെ BJPക്കെതിരെയുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത്. രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ്. കേരളത്തിലെ BJPക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല. ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്തുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ BJPക്ക് ഒരു സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം. ഇതിന് നാം കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി കാണേണ്ടത്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച 2 കൂട്ടരുണ്ട്. അതിലൊന്ന് BJP തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകുമെന്ന ശ്രമമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയത്. എന്നാൽ കേരള വിരുദ്ധ സമീപനം BJPയും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ UDFന്റെ ഭാഗമായ 18 അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും UDFും കേരള വിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത്. ഇത് ജനങ്ങൾ വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത്. അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലയടിച്ചുയർന്നിരിക്കുന്നു. അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും LDFനുണ്ടാവുകയാണ്, LDF സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ്. മികച്ച വിജയം LDF സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത്. ചില തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ, വോട്ടർമാർക്കിടയിൽ സംശയം ഉണ്ടാക്കുന്ന ചില പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർക്കെതിരെ വരെ അത്തരം പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ഇതില് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ. VP ജയരാജൻ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ LDF കൺവീനറുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം CPIMനെതിരെയും LDFനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം. അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇന്നിപ്പോ K. സുരേന്ദ്രനും ഇത് ആവർത്തിച്ചിട്ടുണ്ട്, BJP അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു.
കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിന്റെ വക്താവായിട്ട് മാറുമല്ലോ. കെ സുധാകരനും കെ സുരേന്ദ്രനുമൊക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ UDF-ന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും BJP-യുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. ഈ മകന്റെ ഫ്ളാറ്റിലെത്തി തന്നെ കണ്ടിരുന്നു പ്രകാശ് ജാവ്ദേക്കർ എന്ന് EP ജയരാജൻ ഇന്ന് വോട്ടിന് ശേഷം പറഞ്ഞു. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞാൽ മകന്റെ ഫ്ളാറ്റിലെത്തി ഈ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നു. പക്ഷെ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത് എന്നാണ് EP ജയരാജൻ ഇത്. പക്ഷെ പാർട്ടിയെ കാര്യം അറിയിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു സംശയത്തിന് ഇട നൽകുന്നു. അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ EP ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ത് ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടില് ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം, എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളയാളാണ്. ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോഹ്യമോ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടതായിട്ട് വരും. പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത്. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ മനസ്സിൽ. അതെ, ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിഷമമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. അങ്ങയുടെ കേസുകൾ ഒഴിവാക്കി കൊടുക്കാനാണ് ഇത് കാഴ്ച നടത്തിയത് എന്നാണല്ലോ TG നന്ദകുമാർ പറഞ്ഞത്. ലാവലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ നന്ദകുമാറിന് എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാലോ. നിങ്ങൾക്കത് അറിയുമെന്ന് അറിയില്ല കേട്ടോ. എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടോ. നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല. പക്ഷെ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങേക്കെതിരെ പ്രവർത്തിച്ച ആളായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ? അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ്. അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അതാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ്? ഈ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി, പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന, ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാനെങ്കില്ലാതായിപ്പോയോ? ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ. അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങൾ ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? ആത്യന്തികമായി ഞാനങ്ങ് തളർന്നു പോയോ? അപ്പൊ ഇതാണ് നമ്മൾ കാണേണ്ടത്. വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചെലവാകില്ല എന്ന് നമ്മൾ കാണണം. എന്താ പറയുന്നത്? നിനക്ക് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്.
ഏത് അത്ര സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതില് 0 ഉണ്ടാവും, മറ്റേ ഒന്നുണ്ടാവില്ല എന്ന് മാത്രം. വോട്ട് ചെയ്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM BJP അന്തർധാരയുണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും. അത് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണ് വണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ. ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൽ RSSന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സഖാക്കളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ കാണാൻ കഴിയും. എന്തിനാണത്? എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു ഉദ്ദേശം? അതൊന്നും പറയേണ്ട നേരമല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. ആ പാർട്ടിയെ ഇങ്ങനെ അന്തർധാരക്ക് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലവാകില്ല. അത് അവരുടെ രീതിയാണ്. അവരാണ് അന്തർധാരക്ക് തയ്യാറാകുന്നത്. ഇപ്പോൾ പിന്നെ നമ്മുടെ അവരുടെ ആസാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ, പരസ്യമായി പറഞ്ഞതെന്താ, ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി NDAയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്ന് വരെ പറഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, അതാണ് നാം കാണേണ്ടത്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഈ ദിവസം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് തുറന്നു പറയുന്നത് അതൊരു തെറ്റായ സന്ദേശം കൊടുക്കില്ലേ? ഞാനിപ്പോ പറഞ്ഞില്ലേ ഞാൻ കണ്ടു എന്ന്. എന്താ അതിന് തെറ്റ്? സാധാരണ നിലക്ക് ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ കാണില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ്? അതല്ലേ നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ്. അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു, നിങ്ങൾ പിന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, നമുക്ക് കാണാം എന്താണെന്നുള്ളത്. കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, എവിടെയും 2ാം സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ. അത് പറഞ്ഞില്ല എന്ന് മാത്രം. ഇതൊരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ? ഗൂഢാലോചന ഈ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഗൂഢാലോചന. ഇത് ശക്തമായ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണത്. അത് തന്നെയാണത് വസ്തുത. സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ്? നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ. അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണോ? രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്? ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് പിന്നീട്. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? കേരളത്തിലെ മഹാഭൂരിപക്ഷവും BJPക്കെതിരായിരുന്നു. 2024 കേരളത്തിലെ 20 സീറ്റുകളിലും BJP 3ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസിനെ UDFനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെയും UDFനെയും വിശ്വസിക്കാനാകില്ല, UDFനെ വിശ്വസിക്കാനാകില്ല. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ BJP വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യേകത. വിവാദ വിഷയങ്ങളുണ്ട്. EP ജയരാജനെ ബന്ധപ്പെട്ട വിവാദ കത്താണ്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നൊക്കെയാണ്. വോട്ടർമാരെ സ്വാധീനിക്കും. ഈ BJP വിരുദ്ധ പ്രശ്നം നമുക്ക് തിരിച്ചറിയാവോ? ഒരിക്കലും ആവില്ല. അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷത്തിന്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും BJP വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുമുണ്ട്. ശ്വസിക്കുന്ന വായുവിൽ പോലും. അപ്പോൾ ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും. BJP വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ BJP വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു. ഇവിടെ RSSന്റെ തലവന്മാരുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് എല്ലാ നിലയിലും പ്രണാമം അർപ്പിച്ചവരാണ് ഇപ്പോൾ ഇത്തരം വർത്താനമൊക്കെ പറയുന്നത് എന്നുള്ളത് നാടിനറിയാം. നാട് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു. BJPക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ BJP വിരുദ്ധ ആശയപ്രചരണമാണ്. ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോറലേൽപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ BJPക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ BJP വളരാൻ ഉള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു. മതനിരപേക്ഷ കേരളം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംരക്ഷിക്കും. അത് മതവർഗീയതയ്ക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ്.
പക്ഷേ ഇത്തരം കൂടിക്കാഴ്ച ഒഴിവാക്കപ്പെടേണ്ടതായിരിക്കും. അല്ല, അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഗ്യാരണ്ടി കാർഡാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അല്ലാതെ ഗൂഢാലോചന എല്ലാ സമയത്തും നടക്കാറുണ്ടല്ലോ. എല്ലാ സമയത്തും എല്ലാ നിലയിലും ഗൂഢാലോചന നടക്കാറുണ്ട്, കുപ്രചരണങ്ങൾ നടക്കാറുണ്ട്, എല്ലാ നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, അത് മന്ത്രി ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഓരോ സ്ഥാനത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ഓരോ ചലനവും, അതൊരു ചിരി ആയിക്കോട്ടെ, ഒരു ഹസ്തദാനമായിക്കൊള്ളട്ടെ, ഒരു നോട്ടമായിക്കൊള്ളട്ടെ, ഒരു ആളോടുള്ള പെരുമാറ്റമായിക്കൊള്ളട്ടെ, ഓരോ ചലനവും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എല്ലാ നിലയിലും ഓർത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നത്. EP ജയരാജൻ എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു, പക്ഷേ മകന്റെ ഫ്ളാറ്റിലാണ് വന്നത്. പക്ഷേ രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല. ഇതുവഴി പോയപ്പോൾ വന്നു, കണ്ടു, രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. EP ജയരാജൻ അതിനുശേഷം കച്ചവടമൊക്കെ നടന്നില്ലേ? മാത്രമല്ല കച്ചവടം നടന്നില്ലേ? വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? അത് ചുമ്മാ കൊടുത്തതാ? അല്ലല്ലോ. പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം. അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കരി നിർത്തണമെന്ന് താല്പര്യമൊന്നുമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്ത് പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസൊക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിയമ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു പ്രശ്നമില്ല. നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. EP ജയരാജൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് തനിക്കെതിരെ ഇത്തരം. അതെ, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല. അപ്പൊ എനക്ക് സുഖവും എനക്ക് മരുന്നൊന്നുമില്ല. മുഖ്യമന്ത്രി ജയരാജന് ചില കൂട്ടുകെട്ട് ദോഷമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. CPM-ന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അതുതന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എൻമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എൻമിറ്റിയാണ്. ഒരു പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അന്ന് ഈ പ്രസ്താവന നടത്തിയതിന് പുറകെ ശോഭാ സുരേന്ദ്രൻ EP തന്നെയാണെന്ന് പോയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. EP ജയരാജനെ പോലെ BJPയുടെ ഏറ്റുമുട്ടി വന്ന ഒരാള് BJPയിലേക്ക് പോവില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയല്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? ജയരാജൻ പോകുന്ന എങ്ങനെയാ പറയാ? അത് പറയുന്നത് ശരിയല്ലല്ലോ. പോയാലും പോയില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. അതൊരു കാഷ്വലായി അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്നതിനപ്പുറത്ത് അതിന് ഒന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല. പിന്നെ നിശ്ചയമായി അതിപ്പോ ഏതാണ്ട് EP തന്നെ അത് ഹാഫ് തുറന്നില്ലേ? ഞാൻ പറഞ്ഞതിന്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ? എന്റെ അപ്പുറത്ത് ഞാനെന്തിനാ പുറകോട്ട് പോകും? ചായ കുടിക്കാൻ വേണ്ടി മാത്രം ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ പിടി ചായപ്പീടിയാണ്. ഇത് പൂർവ്വകാല ബന്ധുവില്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും? ചായപ്പീടിയൊക്കെ എഴുതല്ലോ. എല്ലാവരും ചായക്കട നടത്തിയിട്ടുണ്ടോ? എനിക്ക് പോയി പോലും പോയില്ല പോലും. എനിക്കെന്താ പ്രശ്നം? എന്റെ കുടുംബത്തിൽ നിന്നായിട്ട് അവരെ പോകുന്ന പോലെയാണെന്നുള്ള നിങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷെ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യം, അത് അവര് ആലോചിക്കേണ്ട കാര്യം. ഞാനാ തീരുമാനിക്കേണ്ട ഗുണവും ദോഷവും. BJPയിലേക്ക് പോകാറുള്ളത് ഇപ്പോൾ CPM നേതാവിന്റെ പേര് വരുന്നത് ആദ്യമായിട്ടാണ്. അല്ല, അങ്ങനെയൊന്നുമല്ല. പലരും നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ നിന്ന് പോയിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് പാർട്ടി പോയിട്ടുണ്ട്. CPM-ൽ നിന്നും പോയിട്ടുണ്ട്, CPI-യിൽ നിന്നും പോയിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല.
അതൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കൊട്ടേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് വല്ലതും താങ്കൾക്ക് അറിയാമോ? എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കൊട്ടേഷൻ പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർക്ക് കൊട്ടേഷൻ? കൊട്ടേഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ല, നന്ദകുമാർ അല്ലല്ലോ എന്റെ രാഷ്ട്രീയ നേതാവ്. നന്ദകുമാർ അല്ലല്ലോ. വായി തോന്നിയത് വിളിച്ചു പറയുന്നത് നന്ദകുമാറിനെ പൊത്തെടുത്തന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. പറയാൻ മനസ്സിലായോ? അതൊന്നും ഒരു എന്താ പറയുക, സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ. സ്ഥിരതയില്ലാത്ത, എന്തും പറയും, എന്തും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും. പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറികെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും. അതൊക്കെ അദ്ദേഹത്തിന് എത്രയോ കാലമായിട്ടുള്ള ശീലമാണ്, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളൊന്നും ആരുമില്ല. അല്ല, അതങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല. എനിക്കത് ഓപ്പൺ ചെയ്യാൻ മനസ്സിലായി. ഇന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക. എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ? ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം. അത് അതിന്റെ ഭാഗമായിട്ടങ്ങ് പോകുക എന്നല്ലാതെ ഇതിൽ വലിയ ആന കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ജയരാജൻ പോലും പോയില്ല പോലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. എന്റെ പ്രതീക്ഷ, നമ്മളെ പ്രതീക്ഷ, പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു, റിന്യൂ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലത്തൊക്കെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ്. കാരണം നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക. ഇത്തവണ അതൊന്നുമല്ല. കാടായത്തറ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു 1000കണക്കിന് ആളുകൾ റോഡ് നീളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നാണ് രാവിലത്തെ ഒരു വാർത്ത. ഇവിടെയും ഞാൻ കാണുന്നത്. ഞാൻ ഇതുവരെ ഞാൻ പഠിച്ച സ്കൂളാണ്. അന്ന് മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഏത് ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഭയങ്കര ബൂത്താണ്. ഭയങ്കര അല്ല, 2020 അടിക്കുന്നതിൻ്റെ എല്ലാം ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. 20-20 മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലല്ല ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ ആരെ വിലയിരുത്തല? കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തല. അതുകൊണ്ട് അതിനകത്ത് ഇതുമുണ്ട്, രണ്ടുമുണ്ട്. BJP വിലയിരുത്തലുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ശരി, ഓക്കെ. ഇപ്പൊ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളി പറയാണ്. അതിന് പറയും ശിശായി ഒന്നുകൂടി പാപിയാവും. അങ്ങനെ പറയും. ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവുന്നത്? അത് എന്ത് പഴഞ്ചൊല്ലാണത്? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേൾക്കുന്നത്. ഇതിന് ഒരു കാര്യം വ്യക്തമല്ലേ? കേരളത്തിലെ CPM നേതാക്കളും കേരളത്തിലെ BJP നേതാക്കളും കേന്ദ്ര BJP നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളെ തോൽപ്പിക്കാൻ, കോൺഗ്രസിനെയും UDF-നെയും തോൽപ്പിക്കാൻ. അതാണ് അവരുടെ അജണ്ട. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ തൃശ്ശൂരിൽ നോക്ക്, പരസ്യമായിട്ട് നേതാക്കൾ പറഞ്ഞു തുടങ്ങി BJP വോട്ട് ചെയ്യണം, BJP വോട്ട് ചെയ്യണം. നന്നായത്. കാരണം അത്രയും CPM-കാരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും. കാരണം ഏത് CPM പ്രവർത്തകനും, ആത്മാർത്ഥതയുള്ള CPM പ്രവർത്തകനും നേതാക്കന്മാർ പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, കരുവന്നൂരിൽ ED വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ട. CPM നേതാക്കളെ, പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് CPM നേതാവും. പാർട്ടി ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പേരിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനാണ് തൃശൂർ പൂരം വർഗീയതയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. തൃശൂർ പൂരം എന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചു, ഇല്ലേ? ആ കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടി എന്ന് പറയുന്നത്. രാത്രി മുഴുവൻ ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ K. രാധാകൃഷ്ണൻ അടക്കമുള്ള 2 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട്, ADGP ക്യാമ്പുണ്ട്. മുഖ്യമന്ത്രി ഉറങ്ങിപ്പോയോ? ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത്, ഒരു സിറ്റിയില് തൃശൂർ പൂരത്തിന്റെ സ്ഥലത്ത് അഴിഞ്ഞാടുമ്പോ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല. അവ അറിഞ്ഞിട്ട് മനഃപൂർവ്വം BJP-യെ സഹായിക്കാൻ പ്ലോട്ട് ഉണ്ടാക്കി കൊടുത്താണ്, ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വം അത് ചെയ്തതാണ്. ഇപ്പൊ സംഭവിക്കാൻ പോണ എന്താ? മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല. അപ്പൊ ഇനി ഒരു ബലിയാട് വേണമല്ലോ. വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ? എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല, സഹപ്രവർത്തകരൊന്നും കുറിച്ച് പറയുന്നില്ല.
ഇപ്പോ EP ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോൾ ഉള്ള ബലിയാടാക്കി മാറ്റും വിധിക്കപ്പെട്ടവനായി സത്യത്തിൽ. അപ്പോ ഞങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി. ഞങ്ങൾ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ UDF പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു. അതാണ്. അല്ല, പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഒളിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പൊ ഒറ്റ സംശയം അത്രേ ഉള്ളല്ലോ. എല്ലാം പുറത്തു വന്നപ്പോ ജാവദേക്കർ ജയരാജന്റെ വീട്ടിലേക്കാണോ പോയത്? മകന്റെ വീട്ടിലേക്കാണോ പോയത്? ജയരാജൻ ജാവദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. എന്തിനാ പോയതെന്ന് ഇവര് പറയുന്നില്ലല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക. ജാവദേക്കറുമായി ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും LDF കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത്? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല. ആരെ പറ്റി പറയാമല്ലോ. CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങൾ ആരെയും 2-3 പേരും പേരും കൂടി പറയാം. വേണം എന്റെ പേരും കൂടി പറയാറുണ്ട് കുറെ പേര്. അതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ. മറ്റത് സമ്മതിച്ചല്ലോ. ശരിയല്ലേ? മറ്റത് വെറുതെ പറയല്ലേ. ഒരു തെളിവുമില്ല, ഒരു സ്ഥലത്ത് പോയില്ല, സംസാരിച്ചിട്ടില്ല. ഇത് തെളിവ് സഹിതം വന്നാല് ഞങ്ങൾ ഇന്നലെ ആരെയും ഏറ്റുപിടിച്ചില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പേ നന്ദകുമാർ ഒന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല. എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും ഒന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ. കാരണം എന്താ? അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവരാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ വന്ന് പ്രതികൾ, അവരെ ആരോപിക്കപ്പെട്ട പ്രതികൾ വന്നെന്ന് സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോ വന്ന് ഇല്ലെങ്കിൽ നന്ദകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേയാളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചിലപ്പോൾ. ഇപ്പൊ അതല്ല. ഇപ്പോ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല. ഞാൻ എന്റെ മകന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവദേക്കർ സംസാരിച്ചിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ? നിങ്ങൾ അതൊക്കെ അടിവരയിട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ. ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ? അടിവരയിട്. ആര് പറഞ്ഞു? അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അത് 6.5 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 22 പ്രാവശ്യം രജിസ്ട്രിയിലും 38 പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ്. CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴേ പറഞ്ഞാണ്. ധാരണയുടെ ഭാഗമാണ്. പിന്നെ അതെങ്ങനെ അടഞ്ഞ അധ്യായം? സുപ്രീം കോടതിയുടെ മുമ്പിൽ CBI ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അല്ല, അത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തമ്മിലുള്ള ധാരണ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എല്ലാ വാർത്ത എഴുതി, നിങ്ങൾ പാവങ്ങളാണ്. മാസപ്പടിയിൽ ED പിടിമുറുക്കിയത് അതിനല്ല, ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിടി മുറക്കുന്നത്. നമ്മളതറിയാതെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതി, നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ED പിടിമുറുക്കി ഇപ്പൊ ശരിയാക്കും. കരുവന്നൂരിൽ ED പിടിമുറുക്കുന്നു, മാസപ്പടിയിൽ ED പിടിമുറുക്കും. ഇപ്പൊ പിടിമുറുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഒരാൾക്ക് പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ പുതിയതായിട്ട്. അത് തന്നെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ അല്ല, അദ്ദേഹം പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം. മനസ്സിലായി? ഞാൻ പണ്ട് ആകാശവാണി വിജയൻ എന്ന് പേരിട്ടതുകൊണ്ടാണ്. ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ? റേഡിയോയോട് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, കേട്ടിട്ട് പോകുന്ന തിരിച്ച്. മനസ്സിലായില്ലേ? അത് സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹത്തിന് അറിയാലോ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂടാവുക. എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? കഥ തീർന്നില്ലേ?